സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. 33ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 30 കോടി ദേവന്മാരെന്ന് പറഞ്ഞതുപോലെ 33ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു നമ്മൾ. അതിൽ ഭുവനസുന്ദരിയുടെ വർണ്ണനയാണ്. ആശ്രമത്തിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്തായി ഈ വൈശ്യൻ കുടുംബക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. എല്ലാവർക്കും അവരവരുടേതായ ദുഃഖം. ഈ ദുഃഖമൊന്നും ഒരാൾക്കായിട്ടില്ലതല്ല എന്ന് മനസ്സിലാക്കുക. കുടുംബത്തിനെ ഓർത്ത് വൈശ്യനും രാജ്യം നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഞാനും സ്വസ്ഥതയില്ലാതെ കഴിയുകയാണ്. ഒരു കാരണവുമില്ലാതെ എൻ്റെ മനസ്സ് ദുഃഖഭാരം കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. എൻ്റെ ഗജങ്ങൾക്കും കുതിരകൾക്കും ശത്രുക്കളെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ ആവോ? ഞാനില്ലാത്തത് കൊണ്ട് എൻ്റെ പ്രജകൾക്ക് ക്ലേശം സംഭവിക്കുമോ ആവോ? എൻ്റെ ഭണ്ഡാരം കാലിയായിട്ടുണ്ടാവുമോ? ഇപ്രകാരം എന്താണ് പറഞ്ഞത്? പിടിച്ചു വലിക്കുന്നെന്ന് പറഞ്ഞില്ലേ? ഓരോന്നും ചിന്തിച്ച അസ്വസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദേഹസൗഖ്യവും കുറയുകയാണ്. ഈ ജഗത്ത് സ്വപ്നതുല്യമാണെന്ന് അറിയാഞ്ഞിട്ടല്ല, എങ്കിലും മനസ്സിനൊരു ശാന്തിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. ഞങ്ങളുടെ വിഭ്രാന്തിയുടെ ഹേതു എന്താണ്? അങ്ങയുടെ ഉപദേശം ഞങ്ങൾക്ക് അനിവാര്യമാണെന്ന് ആ മഹർഷിയോട് പറയുകയാണ്. സുരഥരാജാവിന്റെ വാക്കുകൾ കേട്ട് സുമേധസ് മഹർഷി ശോകമോഹങ്ങളെ അകറ്റുന്ന പരാവിദ്യയെ പറ്റി പറഞ്ഞു തുടങ്ങി. എന്താ അത്? സുമേധസ് പറയണു, ഈ ജഗത്തിൽ സർവബന്ധത്തിനും കാരണം മായ മാത്രമാണ്. ത്രിമൂർത്തികളടക്കം എല്ലാ ദേവന്മാരും സർവചരാചരങ്ങളും മായക്ക് അധീനരാണ്. ഈ മായ മഹാജ്ഞാനികളെ പോലും മോഹിപ്പിക്കുന്നതാണ്. ബ്രഹ്മാവും വിഷ്ണുവും ഹരനും ജ്ഞാനികൾ തന്നെ, എങ്കിലും മായ ഏൽപ്പിട്ട് ശ്രമിക്കുകയാണ്. അവരെ പോലും ഈ മായ മോഹിപ്പിക്കുന്നുണ്ടെന്ന് അർത്ഥം. പണ്ട് സത്യയുഗത്തിൽ സാക്ഷാൽ ഭഗവാൻ വിഷ്ണു ശ്വേതദ്വീപിൽ ചെന്ന് കഠിന തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മവിദ്യാ സമ്പാദനവും മനശ്ശര സുഖവുമായിരുന്നു വിഷ്ണുവിന്റെ ലക്ഷ്യം. അതേപോലെ ബ്രഹ്മാവ് മറ്റൊരിടത്ത് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. 10,000 കൊല്ലം അവർ തപസ് അനുഷ്ഠിച്ചു. രണ്ടുപേരും സ്വസ്ഥാനത്തേക്ക് മടങ്ങവേ അവർ തമ്മിൽ കണ്ടുമുട്ടി. ആര്? മഹാവിഷ്ണുവും ബ്രഹ്മാവും. അവർ പരസ്പരം ആരാണെന്ന് ചോദിച്ചു. ഞാൻ ലോകകർത്താവാണെന്ന് ചതുർമുഖൻ ഹരിയോട് പറഞ്ഞു. മുഠ, നീ ലോകത്തിന്റെ കർത്താവ്, ഞാനാണ് സത്വഗുണപ്രധാനിയായ വാസുദേവൻ. ഈ ജഗത്തിന്റെ അധീശൻ ഞാനാണ്. രജോഗുണപ്രധാനി അങ്ങേക്ക് എന്ത് ബലമാണുള്ളത് എന്ന് ഭഗവാൻ ചോദിച്ചു എന്ന് പറയണു. ഭഗവാൻ അങ്ങനെയൊന്നും ചോദിക്കുന്ന എനിക്ക് അഭിപ്രായമില്ലേ ഇല്ല. പണ്ട് മധുകൈടഭന്മാരെ പേടിച്ചോടി വന്ന് എന്നെ ആശ്രയിച്ച നിന്നെ മധുകൈടഭന്മാരെ വധിച്ച് രക്ഷിച്ചത് ഞാനല്ലേ? ഇപ്രകാരം അവർ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഒരു മഹാലിംഗം അവരുടെ അടുത്ത് ആവിർഭവിച്ചു. ആ ലിംഗത്തിന്റെ ആദ്യവും അവസാനവും കാണുന്നില്ല. ഹരിയും ബ്രഹ്മാവും പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ ഒരു അശരീരി കേൾക്കാനിടയായി. അല്ലയോ വിധേ? വിധേ എന്ന് പറഞ്ഞ ബ്രഹ്മാവ്. വിഷ്ണു, നിങ്ങൾ പരസ്പരം തർക്കത്തിൽ ഏർപ്പെടേണ്ട. ഈ ലിംഗത്തിന്റെ ആദ്യവും അവസാനവും കണ്ടുപിടിച്ച് ആരാണ് ആദ്യം എത്തുന്നത് അയാൾ തന്നെ എത്തവൻ പോരെ. ഒരാൾ ആദ്യം പോയി പാതാളത്തിന് തുടക്കം നോക്കി വരട്ടെ, മറ്റയാൾ മേലോട്ടും പോകട്ടെ. വെറുതെ തർക്കത്തിൽ ഏർപ്പെടേണ്ട കാര്യം ഒരു കാര്യമില്ലല്ലോ. ഇങ്ങനെ സംസാരിച്ച് അത് കൂടുതലാക്കാം. വാദപ്രതിവാദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒഴിവാക്ക്. ഈ തർക്കമുണ്ടായാൽ മധ്യസ്ഥം വേണം. ആ ശരീര ശബ്ദം നിലച്ചു. രണ്ടാളും തർക്കത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ആ ലിംഗത്തിന്റെ ഉത്ഭവം കാണാനായി വിഷ്ണു പാതാളത്തിലേക്കും ബ്രഹ്മാവ് മേലോട്ടും പോയി. ലിംഗത്തിന്റെ ഉത്ഭവം കണ്ട് തന്റെ വാദം സ്ഥിരീകരിക്കാൻ പോയ വിഷ്ണു തളർന്ന അവശനായി തിരിച്ചെത്തി. പാവം പറയണു, മേലോട്ട് പോയ വിധിക്ക് കൈതപ്പൂവിന്റെ ഇതൾ കിട്ടി. അതും എടുത്ത് വിധി താഴേക്ക് വന്ന് പറഞ്ഞു, ഇതാ ഒരു കൈതപ്പൂവിന്റെ ദളം. ഇത് ഞാൻ ശിവലിംഗത്തിന്റെ ശിരസിൽ നിന്നെടുത്തതാണെന്ന് കളവ് പറഞ്ഞു. ഇത് കണ്ട് വിശ്വാസം വരാതെ ഹരി ചോദിച്ചു, ഇതിന് സാക്ഷികളുണ്ടോ എന്ന്. ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, ഇത്ര ദൂരത്തു നിന്ന് ആരാണോ ഒന്ന് സാക്ഷി പറയുന്നത്? ഈ കേതകീതളം തന്നെ സാക്ഷി. ബ്രഹ്മാവിനാൽ സാക്ഷി പറയുവാൻ പ്രേരിതനായ കേതകീതളം പറഞ്ഞു, അതെ, ഈ പൂവ് വിധി ഹരന്റെ ശിരസിൽ നിന്ന് എടുത്തതാണ്. ശിവഭക്തർ സമർപ്പിച്ച കൈതപ്പൂക്കളുടെ ഇതളാണിത്.
ഈ ഒരു കള് പറഞ്ഞോണ്ട് ഒരു കാലത്തും ഇതിന് പൂജക്ക് എടുക്കാണ്ട് പോയി പോരെ. കൈതയുടെ വാക്കിയിട്ട് അമ്പരെന്ന ഹരി പറഞ്ഞു, ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ മഹാദേവൻ പറയട്ടെ. ആ സമയം വരെ അശരീരി കേട്ടു. കളവ് പറയാതിരിക്കോ കൈതപ്പൂവേ, എന്റെ ശിരസിൽ നിന്ന് പതിച്ചു വഴിയിൽ നിന്നല്ലേ ഇതളം ബ്രഹ്മാവിന് കിട്ടിയത്. കളവ് പറഞ്ഞതിന് ഞാൻ ഇനി സ്വീകരിക്കില്ല. ശിവന്റെ വാക്ക് കേട്ട് ബ്രഹ്മാവ് ലജ്ജയോടെ ഹരിയെ വന്ദിച്ചു. അന്ന് തൊട്ട് കൈതപ്പൂവിന് പൂജക്ക് അർഹതയില്ലാതെയായി. അത്ഭുതം തന്നെ. തന്ന് വേണ്ടാത്ത പണിക്ക് പോയാൽ ഈ നമുക്കായാലും കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വേണ്ടാതെ പണിക്ക് പോണ്ടെന്നർത്ഥം. വിദ്വജനങ്ങളും മായാധിക്യം മൂലം വ്യാമോഹങ്ങളിൽ പെട്ടുപോകുന്നു. പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയുവാനുണ്ടോ? അങ്ങനെ ദേവന്മാരുടെ കാര്യസിദ്ധിക്കായി ഹരി എപ്പോഴും ദൈത്യനുമായി യുദ്ധം ചെയ്യുന്നു. അതൊക്കെ അവിടെ വേഷത്തില് പല വേഷത്തിലും രൂപങ്ങളും വേഷങ്ങളും കൈക്കൊണ്ട് പല യോനികളിലും പോയി ജനിച്ച് ദൈത്യരെ വഞ്ചിക്കുകയാണ്. ആ ഹരിയിലും മായയുടെ പ്രകടഭാവങ്ങൾ കാണുന്നു. പിന്നെ സാധാരണ ജനങ്ങളിൽ എന്താണ് മായയുടെ അതിപ്രസരം കാണുന്നതിൽ അത്ഭുതം ഒന്നുമില്ലല്ലോ. പരാശക്തിയുടെ മോഹവലയത്തിൽപ്പെട്ടവരാണ് ഈ വിദ്വജ്ജനങ്ങളും. ഈ വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവൾ തന്നെയാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണഭൂത. ആ പരാശക്തിയുടെ ഉത്ഭവം പരമമായ സ്ഥാനവും എപ്രകാരമാണെന്ന് ദയവായി പറഞ്ഞു തന്നാലുമെന്ന് സുരഥ രാജാവ് സ്വമേധസ്സു മഹർഷിയോട് അപേക്ഷിച്ചു. അപ്പൊ മുനി പറഞ്ഞു, ആ പരാശക്തിക്ക് ഉൽപ്പത്തി നാശവും ഇല്ല. അവൾ നിത്യയാണ്. സർവചരാചരങ്ങളുടെയും ഉള്ളിൽ അന്തര്യാമിയായി അവൾ കുടികൊള്ളുന്നു. കാരണങ്ങളുടെ കാരണവും അവൾ തന്നെയാണ്. ദേവന്മാരോ മനുഷ്യന്മാരോ ആ പരാശക്തിയെ പ്രാർത്ഥിച്ചാൽ അവരുടെ ദുഃഖ നിവൃത്തിക്കായി അവൾ തീർച്ചയായും പ്രത്യക്ഷപ്പെടും. ദേവി കാലങ്ങൾക്ക് അധീനയല്ല, കാലം ദേവിക്ക് അധീനയാണ്. പുരുഷൻ ദൃഷ്ടമാണ്, ജഗദൃഷ്ടമാണ്. അവളാണ് ജഗത്തിനെ സൃഷ്ടിക്കുന്നത്. ദൃശ്യവസ്തുവിന് കാര്യകാരണമായതും അവളാണ്. ബ്രഹ്മാണ്ടമാകുന്ന അരങ്ങിൽ അവൾ അഭിനയിക്കുകയാണ്. ആ അഭിനയം മതിയാകുമ്പോൾ അവളെല്ലാം സംഹരിക്കുകയും ചെയ്യും. സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കളായി ബ്രഹ്മവിഷ്ണു രുദ്രന്മാരെ ദേവി നിമിത്തമാക്കിയിരിക്കുകയാണ്. തന്റെ ചേർച്ച കൊണ്ട് അവരെ ശക്തരാക്കിയിട്ട് അവർക്കായി വാണി, രമ, ഗൗരി തുടങ്ങിയ ശക്തികളെയും നൽകി. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് നാഥയായി പരമേശ്വരിയും വർത്തിക്കുന്നു. ദേവേശന്മാരും ജഗദംബിയെ ധ്യാനിച്ച് പൂജിക്കുന്നു. എന്റെ അറിവിനും കഴിവിനും അനുസരിച്ച് ഉത്തമമായ ദേവി മഹാത്മ്യം ഞാൻ പറഞ്ഞു. ശരിക്കും ദേവിയുടെ മഹാത്മ്യത്തിന്റെ പ്രഭാവം അറിഞ്ഞവനല്ല കേട്ടോ ഞാനും. എന്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണെന്ന് സുരഥ മഹർഷി ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദേവി മഹാത്മ്യം 33-ാം അധ്യായം ജഗദംബികയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു നമ്മൾ. ഇനി അടുത്തത് 34-ാമത്തെ അധ്യായത്തിൽ താപസൻ രാജാവിന് നൽകിയ ഉപദേശം. സുരഥൻ ചോദിക്കുന്നു, ഭഗവൻ ദേവി പൂജാക്രമങ്ങളും മന്ത്രങ്ങളും ഹോമവിധിയും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. അപ്പൊ സുമേധസ് മഹർഷി പറയുന്നു, ദുഃഖത്തെ ഇല്ലാതാക്കി ജ്ഞാനമോക്ഷങ്ങളും കാമനകളും നൽകുന്ന ശ്രേഷ്ഠമായ പൂജാവിധിയെ പറ്റി പറഞ്ഞു തരാം. പൂജക്കൊരുങ്ങുന്നതിന് മുമ്പ് വിധിപൂർവ്വ സ്നാനം ആചരിക്കണം. കുളിക്കാതിരിക്കാൻ പറ്റൂല, എന്തായാലും കുളിക്കണം. ശുഭ്രവസ്ത്രം ധരിച്ച് ആചമനം നടത്തിയതിനു ശേഷം പൂജക്കൊരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കാം. ചാണകം മെഴുകി ശുദ്ധമായ സ്ഥലത്ത് പീഠം വെച്ച് അതിലിരുന്ന് 3 വട്ടം ആചമിക്കണം. പൂജക്കുള്ള ദ്രവ്യങ്ങൾ യഥാശക്തി ഒരുക്കണം. പിന്നീട് പ്രാണായാമം ചെയ്ത് ഭൂതശുദ്ധി വരുത്തണം. പ്രാണപ്രതിഷ്ഠ ചെയ്ത് ജപത്താൽ ശുദ്ധി വരുത്തിയ ജലം തളിച്ച് സർവ വസ്തുക്കളെയും ശുദ്ധമാക്കണം. പിന്നീട് സങ്കല്പന്യാസം ചെയ്യണം. ശുദ്ധമായ ചെമ്പുതകിടിൽ ചന്ദനം കൊണ്ട് ഷഡ്കോണ യന്ത്രം വരക്കണം. അതിന്റെ വൃത്ത അഷ്ടകോണം വരക്കണം. അതിന്റെ ഇതിൽ നവാക്ഷരി മന്ത്രം എഴുതണം. പിന്നെന്താ വേണ്ടത്? പിന്നീട് വേദമന്ത്രത്താൽ പ്രാണപ്രതിഷ്ഠ നടത്താം. ശിവോക്ത മന്ത്രങ്ങളെ കൊണ്ട് ദേവിയെ പഞ്ചലോക പ്രതിമയിൽ സങ്കല്പിച്ച് പൂജ ചെയ്യാം. വേദമന്ത്രങ്ങൾ കൊണ്ട് പൂജിച്ച് ആരാധിക്കാം. പിന്നീട് ഋഷി ഛന്ദസ് ദേവതാ ന്യാസം ചെയ്ത് നവാക്ഷരി മന്ത്രം ജപിക്കാം. ജപത്തിന്റെ 10-1 കൊണ്ട് ഹോമവും അതിന്റെ 10-1 കൊണ്ട് തർപ്പണവും
അതിന്റെ 10 കൊണ്ട് ബ്രാഹ്മണ ഭോജനവും ചെയ്യണം. നിത്യവും സപ്തശതി ജപിക്കണം. ഇത്രയും കഴിഞ്ഞാൽ ദേവിയെ ഉദ്വസിക്കാം. ശുഭകാംക്ഷികളായ ദേവീഭക്തൻ പ്രധാനമായും ഉപവാസം എടുത്ത് നവരാത്രി വ്രതം ആചരിക്കേണ്ടതാണ്. അശ്വിനി മാസത്തിലും ചൈത്രമാസത്തിലും 2 പ്രാവശ്യം നവരാത്രി വരുന്നുണ്ട്. അതിൽ പ്രധാനം അശ്വിനി മാസത്തിലെ വെളുത്ത പക്ഷമാണ്. പ്രഥമ മുതൽ ദശമി വരെ നെയ്യും ശർക്കരയും തേനും ചേർത്ത പായസം കൊണ്ട് ജപിക്കുന്ന മന്ത്രത്താൽ 9 ദിവസവും ഹോമം ചെയ്യണം. കൂവളത്തില കൊണ്ടോ ചുവന്ന അരളിപ്പൂക്കളെ കൊണ്ടോ ശർക്കര ചേർത്ത് എള്ളുണ്ട കൊണ്ടോ ഹോമം ചെയ്യാം. അഷ്ടമി, നവമി, ദശമി നാളിൽ പൂജ ചെയ്ത് ബ്രാഹ്മണർക്ക് ഭോജനവും നൽകുന്നത് അതിവിശേഷമാണ്. ഇപ്രകാരം നവരാത്രി വ്രതം അനുഷ്ഠിച്ച് പൂജ ചെയ്താൽ ദരിദ്രൻ ധനവാനാകും, രോഗി ആരോഗ്യവാനായി ഭവിക്കും, പുത്രന്മാരില്ലാത്തവർക്ക് സൽപുത്രന്മാരുണ്ടാകും, രാജ്യഭ്രഷ്ടന് സാർവഭൗമത്വം സാധ്യമാകും. വിദ്യാർത്ഥി ശ്രദ്ധാപൂർവം ദേവിയെ ഭജിച്ചാൽ നിശ്ചയമായും ശ്രേഷ്ഠമായ വിദ്യ കരസ്ഥമാക്കും എന്നർത്ഥം. 4 വർണ്ണത്തിൽപ്പെട്ടവരും ദേവി ശ്രദ്ധാപൂർവം ഭജിച്ചാൽ സൗഖ്യം വന്നു ഭവിക്കും, പറയാനേ ഇല്ല. ലിംഗഭേദമില്ലാതെ ആർക്കും ദേവീ പൂജയും നവരാത്രി വ്രതവും അനുഷ്ഠിക്കാം. തുലാമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ നവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ സർവ കാമനകളും സാധ്യമാകും. പൂജാസ്ഥാനം നിശ്ചയിച്ച് അവിടെ മനോഹരമായ മണ്ഡപം തീർക്കണം. വേദമന്ത്രങ്ങളോടുകൂടി കലശം സ്ഥാപിക്കണം. കലശത്തിന്റെ ചുറ്റിലും നല്ല ധാന്യം വിതരണം. എന്നിട്ട് കലശത്തിന്റെ മുകളിൽ യന്ത്രം സ്ഥാപിക്കണം. പൂമാലകൾ കൊണ്ട് കലശം അലങ്കരിക്കണം. ധൂപദീപങ്ങൾ കൊണ്ട് പൂജാഗൃഹം ഭംഗിയാക്കണം. ത്രികാല പൂജ യഥാശക്തി ചെയ്യണം. ചണ്ഡികാ പൂജ ചെയ്യുമ്പോൾ ലുബ്ധത കാണിക്കാനേ പാടില്ല കേട്ടോ. നൈവേദ്യം, പഴം, പലഹാരങ്ങൾ തുടങ്ങിയവ നിവേദിക്കണം. ധൂപം, ദീപം, പൂക്കൾ എന്നിവ കൊണ്ട് അർച്ചനയും മറ്റും ചെയ്യണം. അഷ്ടമി, നവമി ദിവസങ്ങളിൽ പ്രത്യേകമായി പൂജ ചെയ്യണം. ദശമി ദിവസം പൂജയ്ക്ക് ശേഷം ബ്രാഹ്മണ ഭോജനവും വേണം. അതിനുശേഷം പാരണ വീട്ടി യഥാശക്തി ദാനം ചെയ്യണം. നവരാത്രി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ എല്ലാ അഭിഷ്ടങ്ങളും സാധ്യമാകും. അവസാനം പരമമായ ദേവീവ്രതത്തെ പ്രാപിക്കുകയും ചെയ്യാം. ദേവീഭക്തിയോടെ ജീവിക്കുന്നവർ അടുത്ത ജന്മത്തിൽ നല്ല വംശത്തിൽ പിറന്ന് സദ്വൃത്തനായി ഭവിക്കും. പിന്നീട് ജന്മവും ഉണ്ടാകില്ല. എല്ലാ വ്രതങ്ങളിലും വെച്ച് ഉത്തമം നവരാത്രി വ്രതമാണ്. ഈ മട്ടിൽ ദേവിയെ പൂജിച്ചാൽ അങ്ങക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കിട്ടും മഹാരാജാവേ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ശത്രുക്കളെ കീഴടക്കി സൗഖ്യത്തോടെ രാജ്യം ഭരിക്കുകയും ചെയ്യാം എന്ന് സുരഥ മഹർഷി സുരഥ മഹാരാജാവിനെ മഹർഷി പറഞ്ഞു കൊടുത്തു. അല്ലയോ വൈശ്യവൈര്യ, എല്ലാ കാമനകളെയും പ്രദാനം ചെയ്യുന്ന ആ ദേവിയെ നീയും പൂജിക്കുക. ഗൃഹത്തിൽ എല്ലാവരും നിന്നെ ബഹുമാനിക്കും. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുടുംബസൗഖ്യവും ലഭിക്കും. അവസാനം ദേവീ ലോകവും പ്രാപിക്കാം. ദേവിയെ കണവീരം, താമരപ്പൂ, കൂവളത്തില, ചമ്പകം തുടങ്ങിയ പൂക്കളെ കൊണ്ട് പൂജിക്കുന്ന ഭാഗ്യവാന്മാർ സർവ്വ സൗഖ്യങ്ങളും അനുഭവിച്ച് സുഖികളായി ഭവിക്കും. വേദമന്ത്രങ്ങളെ കൊണ്ട് ദേവിയെ പൂജിക്കുകയും അർച്ചിക്കുകയും അനവരതം ചെയ്യുന്ന ഭക്തന് എല്ലാ ഐശ്വര്യങ്ങളും ദേവി പ്രദാനം ചെയ്യും. ഇതിന് സംശയമില്ല. അവൻ കീർത്തിമാനും എല്ലാവരാലും പൂജിക്കപ്പെടുന്നവരും ആയിത്തീരുമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത് സുമേധസിന്റെ ഉപദേശം എന്ന 34-ാം അധ്യായം ഇവിടെ സമർപ്പിക്കുകയാണ്. ഇനി 35-ാമത്തെ അധ്യായത്തിൽ എന്താ പറയണമെന്ന് നോക്കാം. രാജാവിനും വൈശ്യനും ലഭിച്ച ദേവീ ദർശനം. അവരുടെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. സുമേധസ് പറഞ്ഞ ദേവീ മഹാത്മ്യം കേട്ട് ഹർഷപുളകിതരായ സുരഥ രാജാവും വൈശ്യനും ഋഷിയെ നമസ്കരിച്ച് അത്ഭുതം കൂറുന്ന കണ്ണുകളുമായി ചോദിച്ചു, അല്ലയോ മഹർഷി, ദുഃഖത്തിൽപ്പെട്ടുഴലുന്ന ഞങ്ങൾ അങ്ങയുടെ വാക്കുകളാൽ ധന്യരായി. ഭഗീരഥന് ഗംഗ സിദ്ധിച്ചതുപോലെ ഞങ്ങൾ സംതൃപ്തരാണ്. അങ്ങയെപ്പോലുള്ള നിസ്വാർത്ഥരായ ഋഷീശ്വരന്മാർ സർവചരാചരങ്ങൾക്കും സൗഖ്യം വന്നു ചേരണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പൂങ്കാവനങ്ങൾ തന്നെയാണ് അവര്. എല്ലാ ദുഃഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്ന ഈ പുണ്യാശ്രമത്തിൽ എത്താൻ സാധിച്ചത് ഞങ്ങളുടെ മുജ്ജന്മ സുഹൃതം കൊണ്ടാണ്. പരോപകാരം ചെയ്യുന്ന അങ്ങയെപ്പോലുള്ളവർ ദുർലഭമാണ്. ഈ വൈശ്യനും എന്നെ പോലെ ദുഃഖിതനാണ്. സംസാര ദുഃഖത്തിൽപ്പെട്ട ഞങ്ങൾക്ക് ഈ
ആശ്രമവാസം ലഭിച്ചപ്പോൾ ദേഹസൗഖ്യം കിട്ടിയില്ലേ? അങ്ങയുടെ വാണിയാകുന്ന അമൃതം കൂടി സേവിച്ചപ്പോൾ മനസ്സുഖവും ലഭിച്ചില്ലേ? അല്ലയോ ദയാനിധി, അങ്ങയുടെ പീയൂഷതുല്യമായ വാക്കുകൾ ശ്രവിച്ച് ഞങ്ങൾ ശുദ്ധരും ധന്യരും കൃതകൃത്യരുമായി. സംസാരക്കടലിൽ കിടന്നേറെ ആർത്തരായ ഞങ്ങൾക്ക് മന്ത്രോപദേശം തന്നു ഉദ്ധരിക്കണേ എന്ന് പറയുന്നു. രാജാവ് പറയുന്നു. രാജാവിന്റെയും വൈശ്യന്റെയും അഭ്യർത്ഥന കേട്ടപ്പോൾ മഹർഷി മംഗളമായ ആ മന്ത്രം ധ്യാന ബീജത്തോടുകൂടി ഉപദേശിച്ചു. ഋഷി ഛന്ദസ് ദേവത ധ്യാനത്തോടുകൂടി മന്ത്രം ഗ്രഹിച്ചവർ ഋഷിയുടെ അനുമതിയോടുകൂടി നദീതീരത്തേക്ക് യാത്രയായി. രമ്യമായ വിജനമായ സ്ഥലത്ത് നിന്ന് അല്പാഹാരികളായി ഏകാഗ്ര ധ്യാനത്തിനൊരുങ്ങി. ദേവിയുടെ മൂലമന്ത്രവും ചരിത്രത്രയങ്ങളും അടങ്ങുന്ന ദേവീ മഹാത്മ്യവും ജപിച്ച് 30 ദിവസം കഴിച്ചു. ഇത്രയും ദിവസം കൊണ്ട് അവർക്ക് ദേവിയിൽ ദൃഢമായ ഭക്തിയും സ്ഥിരചിത്തതയും കൈവന്നു. ദിവസത്തിൽ ഒരു പ്രാവശ്യം ഗുരുവിനെ വന്ദിച്ച് ദർഭയിലിരുന്ന് ധ്യാനം ആരംഭിക്കും. ഇപ്രകാരം വരെ ചെറിയ കാലയളവെന്നുള്ള 1 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ ഫലാഹാരവും നിർത്തി. വെയിലും മഴയും വകവെക്കാതെ 1 കൊല്ലം കൂടി ധ്യാനനിരതരായി. അങ്ങനെ 2 വർഷം. അങ്ങനെ 2 കൊല്ലം കൂടി ധ്യാനനിരതരായി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ദേവി അവർക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുത്തു. ചെമ്പട്ടുടുത്ത സർവാഭരണ വിഭൂഷിതയായ ദേവിയുടെ മനോരഞ്ജകമായ രൂപം കണ്ടവർ കൃതാർത്ഥരായി. പിന്നീട് അവർ ജലം മാത്രം പാനം ചെയ്ത് 1 കൊല്ലം കൂടി തപസ് ചെയ്തു. അങ്ങനെ 3 കൊല്ലം കഴിഞ്ഞിട്ടും ദേവിയെ ദർശിക്കാൻ സാധിക്കാത്തതിൽ അവർ ദുഃഖിതരായി. 3 കൊല്ലം കഴിഞ്ഞിട്ടും ദേവി ദർശനം ലഭിക്കില്ലല്ലോ, ദേഹത്യാഗം ചെയ്യുക തന്നെ എന്നവർ തീരുമാനിച്ചു. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രകാരം നിശ്ചയിച്ചവർ 2 പേരും അഗ്നികുണ്ഡം ഉണ്ടാക്കി തങ്ങളുടെ ദേഹത്തിൽ നിന്ന് മാംസം അരിഞ്ഞരിഞ്ഞരിഞ്ഞ് തീക്കുണ്ടത്തിലേക്ക് ഹോമിക്കുവാൻ തുടങ്ങി. മുഴുത്ത ഭക്തി കൊണ്ട് ഭ്രാന്തരായവർ തങ്ങളുടെ ദേഹം ഹോമിക്കുന്നത് മനസ്സിലാക്കി ദേവി അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി പറഞ്ഞു, നിങ്ങളുടെ തപസ്സിൽ ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് വരം വേണ്ടുന്നതെങ്കിൽ ചോദിച്ചുകൊള്ളുക, ഞാൻ തരാൻ ബാധ്യസ്ഥയാണ് എന്ന് പറഞ്ഞു. ദേവിയുടെ വാക്ക് കേട്ട് രാജാവ് പറഞ്ഞു, ദേവി, എന്റെ രാജ്യം എനിക്ക് വീണ്ടെടുക്കണം. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, തഥാസ്തു. നീ നിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. ശത്രുക്കളെല്ലാം ബലഹീനരായിട്ടുണ്ട്. അവരെ ജയിച്ച് രാജ്യം തിരിച്ചു പിടിച്ചാലും മന്ത്രിമാർ തന്നെ ആശ്രയിക്കും. 10,000 കൊല്ലം രാജ്യം ഭംഗിയായി ഭരിച്ചതിന് ശേഷം സൂര്യന്റെ പുത്രനായി ജനിച്ച് നീ മനുവായി തീരൂട്ടോ. ഭക്തനായ വൈശ്യൻ പറഞ്ഞു, എനിക്ക് ഭൗതിക സുഖങ്ങളൊന്നും വേണ്ട അമ്മേ. ഗൃഹം, ഭാര്യാപുത്രൻ തുടങ്ങിയതൊക്കെ സ്വപ്ന തുല്യമാണ്. എനിക്ക് മോക്ഷപ്രദമായ ജ്ഞാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിച്ചാലും. നിസ്സാരമായ സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്നവർ അജ്ഞാനികൾ തന്നെ, അതെനിക്ക് മനസ്സിലായി. ഈ ഭവാബ്ധിയുടെ അക്കരക്ക് കിടക്കുന്നവൻ തന്നെയാണ് വിദ്വാൻമാര് എന്ന് പറഞ്ഞു. വൈശ്യൻ. അപ്പൊ വൈശ്യന്റെ അഭ്യർത്ഥന കേട്ട് ജഗദംബിക പറഞ്ഞു, വൈശ്യവര്യ, നിനക്ക് പരമമായ ജ്ഞാനം ഉണ്ടാകൂട്ടോ. രാജാവിനും വൈശ്യനും വരം നൽകി ദേവി അന്തർധാനം ചെയ്തു. അതിനുശേഷം രാജാവ് സുമേധസ് മഹർഷിയെ നമസ്കരിച്ച് തന്റെ കുതിരയിൽ കയറി നാട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാജാവിന്റെ മന്ത്രിമാരും പ്രജകളും വന്ന് പ്രണമിച്ച് വിനയപൂർവ്വം പറഞ്ഞു, അങ്ങയുടെ ശത്രുക്കളൊക്കെ മരിച്ചുപോയി. ഇനി അവരെ കുറിച്ച് ഭയപ്പെടേണ്ട, വേഗം വന്ന് രാജ്യഭാരം ഏറ്റെടുത്താലും പ്രഭു എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് മുനിയെ വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് തന്റെ രാജ്യത്തേക്ക് യാത്രയായി. മന്ത്രിമാരും പ്രജകളും കൂടെ പുറപ്പെട്ടു. രാജാവ് തന്റെ രാജ്യത്ത് ചെന്ന് രാജ്യഭാരം ഏറ്റെടുത്ത് പത്നിയോടും പുത്രമിത്രാദികളോടും കൂടി സൗഖ്യത്തോടെ കഴിഞ്ഞു. ആഴിയെ അരഞ്ഞാണമാക്കി വെച്ച ഭൂമിയെ മുഴുവനും തന്റെ അധീനത്തിലാക്കി. ജ്ഞാനം ലഭിച്ച വൈശ്യൻ എന്ത് ചെയ്തുന്നോ? അദ്ദേഹം ദേവീ ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ടും തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തും സംസാര ബന്ധത്തിൽ നിന്ന് മനസ്സിനെ പിന്തിരിച്ചും നാള് കഴിച്ചു. അത്യന്തം അത്ഭുതമടങ്ങുന്ന ദേവീ ചരിതം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നില്ലേ? രാജാവിനും വൈശ്യനും ദേവി പ്രസാദം കൊണ്ട് ലഭിച്ച ഫലങ്ങളെയും കേൾപ്പിച്ചു തന്നില്ലേ? മഹാപ്രഭാവമുള്ള പരാശക്തി ഭക്തർക്ക് അഭേദായിനിയാണ്. ഈ പാവന കഥകൾ കേൾക്കുകയാണെങ്കിൽ ജ്ഞാനവും മോക്ഷവും കീർത്തിയും സർവസൗഖ്യവും നേടാം. എല്ലാ ധർമ്മങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ കഥകൾ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ ലഭിക്കുവാൻ ഉതകുന്നതാണ്. ഇത്രയും പറഞ്ഞു കൊടുത്തുകൊണ്ട് ദേവീ ദർശന
പ്രത്യക്ഷ ദർശനം എന്ന 35-ാം അധ്യായവും 5-ാം സ്കന്ധവും ദേവിയുടെ തൃപ്പാദങ്ങളെ സമർപ്പിച്ചു. നമുക്ക് നാളെ 6-ാമത്തെ സ്കന്ധത്തിലേക്കാണ് പോകാനുള്ളത്. പൊന്നു തമ്പുരാന്റെയും ജഗദംബികയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നാളെ നമുക്ക് 6-ാമത്തെ സ്കന്ധം പറയാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ജഗദംബികായേതി സമർപ്പയാമി.